തൃശൂർ കോർപ്പറേഷന്റെ പാഴായ 10 വർഷങ്ങൾ എന്ന വിശേഷണവുമായി ജനസമക്ഷം കുറ്റപത്രവുമായി യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇടതിന്റെ അഴിമതി ഭരണം, ധൂർത്ത്, കെടുകാര്യസ്ഥത തുടങ്ങിയവ കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. അധികമായി പിരിച്ചെടുത്ത നികുതി ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നതും ഭരണകോട്ടമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2000-ൽ കോർപ്പറേഷൻ രൂപീകൃതമായപ്പോൾ ഭരണത്തിലേറിയ യുഡിഎഫ് നടപ്പാക്കാൻ ശ്രമിച്ച വികസന പദ്ധതികൾ പിന്നീട് അധികാരത്തിലെത്തിയ ഇടതുമുന്നണി ഭരണങ്ങൾ മുരടിപ്പിച്ചെന്നാണ് ചൂണ്ടിക്കാട്ടി കുറ്റപത്രം. ഇടതിന്റെ അഴിമതി ഭരണം, ധൂർത്ത്, കെടുകാര്യസ്ഥത തുടങ്ങിയവ കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. കുഴികൾ നിറഞ്ഞ റോഡുകൾ, വെള്ളക്കെട്ട്, ട്രാഫിക് ബ്ലോക്ക്, ശുദ്ധജലക്ഷാമം, വൈദ്യുതി തടസ്സം, തെരുവ് നൈശല്യം തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടുന്നു. പ്രധാന ആരോപണം മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ്. ജനങ്ങളുടെ അഭിപ്രായം ആരായാതെയും വിദഗ്ധരുമായി ചർച്ച ചെയ്യാതെയും ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ ജനദ്രോഹപരമായിരുന്നു. റോഡുകൾ വെട്ടിപ്പൊളിച്ച് സമയബന്ധിതമായി പണികൾ പൂർത്തിയാക്കിയില്ല. പടിഞ്ഞാറേക്കോട്ട വരെ നിർമ്മിച്ച മോഡൽ റോഡ് പിന്നീട് ദീർഘിപ്പിച്ചില്ല. ഔട്ടർ റിംഗ് റോഡ് സ്വപ്ന പദ്ധതിയായി ഫയലിൽ ഉറങ്ങുന്നു. മണ്ണൂത്തി അമലാനഗർ ലിങ്ക് റോഡ് പ്രാവർത്തികമാക്കിയില്ല. വഞ്ചിക്കുളത്തെ തണ്ണീർത്തട ഭൂമി ഇടപാടിലെ അഴിമതി, കോർപ്പറേഷൻ സ്റ്റേഡിയം, പീഡിക മുറികൾ കൈമാറ്റത്തിലെ തിരിമറികൾ, പിൻവാതിൽ നിയമനം തുടങ്ങിയ ആരോപണങ്ങൾ കുറ്റപത്രത്തിലുണ്ട്. 2016 മുതൽ 2025 വരെ അധികമായി പിരിച്ചെടുത്ത നികുതി ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നതും ഭരണക്കോട്ടമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പീച്ചിയിൽ നിന്ന് ശുദ്ധജലം കൊണ്ടുവരാൻ കോടികൾ ചെലവഴിച്ച് പൈപ്പുകൾ കുഴിച്ചിട്ടെങ്കിലും വെള്ളം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, പൈപ്പുകൾ എവിടെയാണെന്ന് പോലും അധികൃതർക്കറിയില്ല. റോഡിലെ കുഴികളിൽപ്പെട്ട് വാഹനാപകടത്തിൽ മരിച്ച സംഭവങ്ങളും കുറ്റപത്രത്തിലുണ്ട്. യുഡിഎഫ് ഭരണകാലത്ത് കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, പൂങ്കുന്നം, കൂർക്കഞ്ചേരി, നടുവിലാൽ ജംഗ്ഷനുകളുടെ വികസനം, MG റോഡ് വികസനം, പൂത്തോൾ മേൽപ്പാലം എന്നിവ ഭരണ നേട്ടങ്ങളായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി LDF ഭരണസമിതിക്ക് ഒരു ജംഗ്ഷൻ വികസനമോ റോഡ് വികസനമോ സാധ്യമായിട്ടില്ല. കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, പൂങ്കുന്നം, കൊക്കാലെ, വടൂക്കര ഫ്ലൈ ഓവറുകൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. കോർപ്പറേഷനിലെ വിവിധ മോഷണങ്ങളിൽ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കോർപ്പറേഷൻ കെട്ടിടങ്ങളിലെ അപകടങ്ങൾ, ശൗചാലയങ്ങൾ പ്രവർത്തനരഹിതമായത്, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പ്രവർത്തനരഹിതമായത്, പാർക്കിങ്ങിലെ ഫൗണ്ടേഷൻ പ്രവർത്തിക്കാത്തത്, കളിക്കോപ്പുകൾ ഉപയോഗശൂന്യമായതെല്ലാം LDFന്റെ കെടുകാര്യസ്ഥതയായി UDF കുറ്റപത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ.